നമ്മൾ കുഞ്ഞുങ്ങളെ അടിക്കുകയോ വഴക്ക് പറയുകയോ പോലും ചെയ്യാതെ വളർത്തുമ്പോൾ ഭയങ്കര ക്രൂവലായിട്ട് അവരോട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാതുകുത്തൽ. എന്ത് ചെയ്യാൻ പറ്റും, പെൺകുട്ടിയും കൂടെ അല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുക്കി നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരെ കുറിച്ചാകുമ്പോൾ പിന്നെ പറയും വേണ്ട. എന്തായാലും 5 മാസം പ്രായമുള്ള കൺമണിയുടെ കാത് കുത്താൻ വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ കുറച്ച് സെൽഫിഷ് അമ്മ ആയതുകൊണ്ട് ട്രയലൊക്കെ ഓൾറെഡി നടത്തി. ആദ്യം കുട്ടികളുടെ അച്ഛനെ കൊണ്ട് തന്നെ കാത് കുത്തിച്ചു. പ്രശേട്ടൻ ഓൾറെഡി പോയി കാത് കുത്തി, ഓക്കെ ആയിരുന്നു. അതിനുശേഷം കാർത്തിമോൻ്റെ കാത് കുത്തി. ഈ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ കുഴപ്പമില്ല എന്ന് കണ്ടിട്ട് കാനഡയിൽ തന്നെ ഗുരുനാനാക്ക് എന്ന് പറഞ്ഞു വരും. നമ്മൾ മിക്കവാറും ഗോൾഡൊക്കെ അവിടെ നിന്നാണ് വാങ്ങാറ്. മോൾക്ക് വളകളും എനിക്ക് ഓർണമെൻറ്റ്സും ഒക്കെ വാങ്ങിക്കാറുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അവിടുത്തെ ആൻറ്റി കാത് കുത്തി തന്നപ്പോൾ അധികം വേദനയില്ല എന്ന് കേട്ടത് കൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ഇവളെയും കുത്തിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിലത്തെ ചൂടിലൊക്കെ ചെന്നിട്ട് കാത് കുത്തുമ്പോഴത്തേനും ആകെപ്പാടെ കാത് പഴുക്കുകയും, നമുക്ക് നാട്ടിലത്തെ രീതിയാണല്ലോ, കാതൊക്കെ പഴുത്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ഉപ്പ് വെള്ളം വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഓയിൻമെൻറ്റ്സ് ഒക്കെ ഇടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നം ഇവർക്ക് 2 പേർക്കും വന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഓക്കെ ആണെന്നുള്ളത് കണ്ടിട്ടാണ് നമ്മൾ രാവിലെ തലേദിവസം വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ അടുത്തുനിന്ന് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് അത്രയേ ഉള്ളൂ ഈ ജ്വല്ലറിയിലോട്ട്. പിന്നെ ജ്വല്ലറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കല്യാൺ, മലബാർ, അലുക്കാസ്, ഭീമ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതാണ് കണ്ടില്ലേ, പല പല ഷോപ്പ്സ് അപ്പുറത്തൊക്കെ വേറെ ഓരോന്നൊക്കെയാണ്. ഇങ്ങനെ ഇവിടെ എല്ലാ ഗോൾഡ് ഷോപ്പും ഞാൻ കണ്ടിട്ടുള്ളത്, ജ്വല്ലറീസൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, കുറവാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന മോഡൽസ് ഒന്നും അല്ല, കുറച്ച് ആ ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നമുക്കിവിടെ മലബാർ ഗോൾഡ് വന്നിട്ടുണ്ട്. അത് പക്ഷേ അറിയില്ല, കുറച്ചുകൂടെ ദൂരെയാണ്. നമ്മൾ ആബട്സ്ഫോർഡിലാണല്ലോ ഉള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് ഇവരുടെ ജ്വല്ലറിയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് വളകളും ഒക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ മോളുടെ കമ്മൽ അവരെടുത്ത് തന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണല്ലോ ആദ്യമേ ഇടുന്നത്. അപ്പോൾ കാതിൽ ഏതാ വേണ്ടതെന്നൊക്കെ നോക്കി നമ്മൾ ആ കമ്മൽ സെലക്ട് ചെയ്തു. അതിന് ശേഷം അവളുടെ കാത് മാർക്ക് ചെയ്യുക കേട്ടോ, പേന വെച്ചിട്ട്. എന്നിട്ട് ആൻറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, മുറുക്കി 2 കൈയൊക്കെ വെച്ച് പിടിച്ചോളാം. ഞാൻ അവളുടെ പെസിഫയർ എന്തെങ്കിലും നോക്കുമായിരുന്നു, കൊണ്ടുവരാൻ മറന്നു എന്ന് വിചാരിച്ചു. എന്തായാലും പെസിഫയർ വെച്ചപ്പോൾ അവൾ ഓക്കെ ആയി. പക്ഷേ ചെറിയ കുട്ടികളല്ലേ, അവരിങ്ങനെ പിടിച്ചു വെക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ലല്ലോ. കാർത്തിമോനെ രാവിലെ സ്കൂളിൽ വിട്ടു, അമ്മയും കൂടെ ഉള്ള കാരണം പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും അയ്യോ എന്താ അല്ലേ, നമുക്കങ്ങോട്ട്. പക്ഷെ അവൾ ആ പിടിച്ചു വെച്ചതിൻ്റെ ഒരു വിഷമവും പിന്നെ അത് കുത്തുമ്പം ഒരു പുകച്ചിലും ഒരു വേദനയൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. കുറച്ചു നേരമൊക്കെ ഞാനൊന്ന് എടുത്തുകൊണ്ട് കിടന്നു, പിന്നെ അങ്ങ് സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മോനെയും കൂടെ സ്കൂളിൽ നിന്ന് വിളിക്കണം. അമ്മ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് റെഡിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.